നമസ്കാരം. ഞാൻ ഈശ്വരവിശ്വാസിയോ നിരീശ്വരവാദിയോ അല്ല. പക്ഷേ എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശബരിമല CPM-നെയും കൊണ്ടേ പോവുകയുള്ളൂ എന്ന് തോന്നുന്നു. യുവതീ പ്രവേശനം തൊട്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആ യുവതീ പ്രവേശനം തുടങ്ങി ഇങ്ങോട്ടുള്ള ഓരോ വിഷയങ്ങളെടുത്ത് ഈ ദിവസം വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശബരിമല വിഷയത്തിൽ കടന്ന് കറങ്ങി തിരിയുകയാണ് ഇടതുമുന്നണി സർക്കാർ, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം വളരെ ധാർഷ്ട്യത്തോടെ അദ്ദേഹം പറയുകയുണ്ടായി. കാര്യം അന്ന് അദ്ദേഹം ഇരട്ടച്ചങ്കൻ എന്നൊക്കെയുള്ള ഒരു പ്രതിച്ഛായയിൽ കേരളത്തിൻ്റെ ഭരണം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. അന്ന് അദ്ദേഹം പറയുകയുണ്ടായി, സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരു യുവതി ശബരിമലയിൽ കയറണം എന്ന് ആവശ്യവുമായി വന്നു കഴിഞ്ഞാൽ അവരെ കയറ്റിയിരിക്കും. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ നാം കാണുന്നത് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയിട്ട് അദ്ദേഹം ശബരിമല അയ്യപ്പ ഭക്തനാണ് എന്ന് സമ്മതിക്കുന്ന ഒരു കാഴ്ച. അതായത് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു പിണറായി വിജയൻ ഭക്തനാണ്. മാത്രവുമല്ല, അദ്ദേഹം അവിടെ അയ്യപ്പൻ്റെ വിഗ്രഹം ഉപഹാരമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോഴൊന്നും ഈ സ്വർണ്ണക്കൊള്ള പ്രശ്നം പുറത്തേക്കിങ്ങനെ വ്യാപകമായി വന്നിരുന്നില്ല. ഇതാ തൊട്ടു പിന്നാലെ വരുന്നു സ്വർണ്ണക്കൊള്ള വിഷയം. CPM-ൻ്റെ നേതാക്കൾ ഓരോരുത്തരായി ജയിലിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഇപ്പോഴും CPM നേതാക്കൾ ജയിലിനുള്ളിൽ കിടക്കുന്നു. CPI-യുടെ നേതാവുമുണ്ട്. തുടർന്ന് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരികയാണ്. കൊടിമരത്തിൻ്റെ പ്രശ്നം, അതേപോലെ തന്നെ മറ്റ് ഫണ്ടുകളുടെ തിരിമറി പ്രശ്നം, ഏറ്റവും ഒടുവിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലെ ഭീമമായ ഫണ്ട് വെട്ടിപ്പിൻ്റെയും മുഖ്യമന്ത്രിക്ക് ഒരു രാത്രി കിടക്കാൻ വേണ്ടി വാങ്ങിയ ഏതാണ്ട് 1.25 ലക്ഷത്തിനടുത്തുള്ള ഒരു കട്ടിലിൻ്റെ വിലയും ഒക്കെ വലിയ പ്രശ്നമാകുന്നു. അതേപോലെ പങ്കെടുക്കാത്ത നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പേരിൽ 8 ലക്ഷം രൂപ തട്ടിച്ചിരിക്കുന്നതിൻ്റെ സംഗതി വരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ സുപ്രീം കോടതി യുവതീ പ്രവേശനം സംബന്ധിച്ച് പുനഃപരിശോധന ഹർജി പരിഗണിക്കാനെടുക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടും ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ വ്യക്തമായിട്ട് ഒന്നാം പിണറായി സർക്കാർ, അതോടൊപ്പം തന്നെ LDF സർക്കാർ, മുൻപ് VS അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിലും LDF സർക്കാർ എടുത്ത അതേ നിലപാട് തന്നെയാണ്. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നത്. അതേസമയത്ത് UDF സ്ത്രീ പ്രവേശനത്തെ അല്ലെങ്കിൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന നിലപാട്. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നു LDF ഗവൺമെൻറ് സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നില്ല എന്ന്. അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ നിലപാട് മാറ്റി പുതിയ നിലപാട് അറിയിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ചോദിച്ചപ്പോൾ വളരെ തമാശയായിരുന്നു. MP ഗോവിന്ദൻ മാസ്റ്ററുടെ ആണെങ്കിലും വിജയരാഘവൻ, പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ്റെ ഒക്കെ ആണെങ്കിലും വളരെ അഴകുഴമ്പൻ സമീപനം. കാരണം തിരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പോൾ പോറ്റിയെ കയറ്റിയെ എന്നൊരൊറ്റ പാട്ട് തന്നെ ധാരാളം മതി. ആ ഒരവസ്ഥയിൽ നിൽക്കുന്നു. ഇങ്ങനെ ശബരിമലയ്ക്കകത്ത്, ശബരിമലയിൽ LDF സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ ഇടപെടാത്ത രീതിയിലുള്ള, കാരണം എന്തെല്ലാം തിരിമറികളിൽ, എന്തെല്ലാം കൊള്ളകളിൽ, എന്തെല്ലാം തട്ടിപ്പുകളിൽ, ഏറ്റവും ഒടുവിൽ ഈ സ്ത്രീകളെ പോലീസ് ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്ത്രീകളെ പോലീസ് അകമ്പടിയോട് അതിനുള്ളിൽ പ്രവേശിപ്പിച്ചതിൽ, അതിൽ വീരസ്യം വിളമ്പിയതിൽ, ഇതെല്ലാം ഇപ്പോൾ ഈ സർക്കാരിനെ വേട്ടയാടുകയാണ്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒന്നാണ് സുപ്രീം കോടതി തിങ്കളാഴ്ച ഈ വിഷയം പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അറിയിക്കണമെന്നുള്ളത്. അവിടെ അഴകുഴമ്പൻ നിലപാട് സമർപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ശബരിമല വിഷയത്തെ സംബന്ധിച്ചിട്ട് ഒരു വ്യക്തത യഥാർത്ഥത്തിൽ ഈ CPM-നോ ഇടതുമുന്നണിക്കോ അതല്ലെങ്കിൽ NSS-നോ ഇവിടുത്തെ തന്ത്രിമണ്ഡലത്തിനോ അതല്ലെങ്കിൽ ആർക്ക് സുപ്രീം കോടതി ഉൾപ്പെടെ യഥാർത്ഥത്തിൽ
ഈ ഒരു എന്താണോ ശബരിമല സന്നിധാനം, ആ കാഴ്ചപ്പാടിൽ അതിനെ കാണാൻ പറ്റുന്നില്ല. ആ കാഴ്ചയുടെ അഭാവമാണ് ഈ വിഷയത്തിൽ ഇത്രയധികം ആശയക്കുഴപ്പങ്ങൾക്കും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും സാമൂഹിക ആയ സമാധാനം നഷ്ടമാകുന്ന അവസ്ഥയിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും ഒക്കെ നയിക്കപ്പെട്ടതും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ എന്താണ് ശബരിമല എന്നുള്ളത് തിരിച്ചറിയണം. അതറിയണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെയോ അതല്ലെങ്കിൽ സാമൂഹിക നീതി, അതുമല്ലെങ്കിൽ ലിംഗനീതി, ഇങ്ങനെയുള്ള ഹ്യൂമൻ റൈറ്റ്സ്, ഇതിൻ്റെ ഒന്നും കോണുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ശബരിമല വിഷയത്തെ നോക്കിക്കാണാൻ പറ്റത്തില്ല. കാരണം അത് ഒരു ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിയെങ്കിൽ മാത്രമേ ശബരിമല സന്നിധാനം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും. ഭാരതം കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്ര സത്യത്തിൻ്റെ ഒരു പ്രതിഷ്ഠയാണ്, ഒരു സന്നിധാനമാണ് യഥാർത്ഥത്തിൽ ശബരിമല സന്നിധാനം. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായി, സുപ്രീം കോടതിക്ക് പോലും വളരെ ലളിതമായി ഈ വിഷയം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. മാത്രവുമല്ല, അത് ഈ വർത്തമാന കാലഘട്ടത്തിൽ ആ സത്യത്തെ ലളിതമായി പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേങ്കിൽ മലയാളിക്കോ അതല്ലെങ്കിൽ ഭാരതീയർക്ക് ഇന്നത്തെ ഈ നിർമ്മിത ബുദ്ധി യുഗത്തിൽ ലോകത്തെ നയിക്കാൻ ശേഷിയുള്ള വ്യക്തതയും അതോടൊപ്പം തന്നെ ഭാവനാത്മകമായ സർഗാത്മകതയും ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു സത്യം.